السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബലിപെരുന്നാൾ ദിവസവും ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് ഉളഹിയ്യത്ത് കർമ്മത്തെ വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി വിശ്വാസികളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകിയതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഉളഹിയ്യത്ത് കർമ്മം എന്നുള്ളത് നമ്മുടെ മദ്ഹബെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സുന്നത്തായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാൾ ദിവസം അദ്ദേഹത്തിനും അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ കഴിച്ച് മിച്ചം ഉള്ളതുകൊണ്ട് ഒരു മൃഗത്തെ വാങ്ങി അറുക്കാൻ കഴിയുമെങ്കിൽ അവർ എല്ലാ വർഷവും ഉളഹിയ്യത്ത് അറുക്കൽ സുന്നത്താണെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു മുഖ്നഫ് ബിൻ സുലൈം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം: യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, അലാ കുല്ലി ബൈത്തിൻ ഫിൽ ഇസ്ലാമി ഫീ കുല്ലി ആമിൻ ഉളഹിയ്യ, എല്ലാ വർഷവും ഉളഹിയ്യത്തിന് കഴിവുള്ളവർ അത് നിർവഹിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഉളഹിയ്യത്ത് അറുക്കാൻ സാമ്പത്തികമായി കഴിവുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടും ഉളഹിയ്യത്ത് അറുക്കാത്ത ആളുകൾ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് തന്നെ അവിടുന്ന് കർശനമായി നിർദ്ദേശിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹത്തായ കർമ്മം എന്നുള്ളത് സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ, അതിന് വലിയൊരു സമ്പത്ത് വേണമെന്നില്ല. നമുക്കറിയാം, ഒരു മൃഗം പൂർണ്ണമായി വാങ്ങിയെടുക്കാൻ കഴിയുന്നവർ അതങ്ങനെ തന്നെ ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിന് കഴിയില്ല എങ്കിൽ ഒരു ആടിനെയെങ്കിലും അറുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് സാധിക്കാത്തവർ ഒരു മാടിൽ 7 ആളുകൾ വരെ കൂറാകാൻ പറ്റുന്നൊരു മൃഗത്തിൽ ഒരു ഷെയറെങ്കിലും പങ്കു ചേർന്നുകൊണ്ട് ആ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നിരവധി ഹദീസുകളോട് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വലിയൊരു പ്രതിഫലം നേടിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടെ, അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ സാമീപ്യവും കരസ്ഥമാകണമെന്നുള്ള നല്ല നിയ്യത്തോടുകൂടെ ബലിപെരുന്നാൾ ദിവസമാകുന്ന ഏറ്റവും ഉത്തമമായ ദിവസത്തിൽ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പലതവണ നിർവഹിക്കാൻ സാധ്യമാകണം. റഹ്മുർ-റഹീമായ റബ്ബ് അതിനുള്ള ഹലാലായ സമ്പാദ്യവും അതിനുള്ള മനസ്സും തൗഫീഖും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അഅ്മാലുകളും അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.